നമ്മളൊരു ഗ്യാങ് എന്തായാലും ഉടനെ കാണാം ഗൈസ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉടനെ അറിയിക്കാം. അതിനായിട്ടൊരു ലൈവ് ഉടനെ വരുന്ന ഒരു നൈറ്റ് ലൈവിൽ കാണും. ഒരു RP ലൈവായിട്ട് വന്നിട്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. ഗ്യാങ് എന്താണെന്നുള്ളത് പേരും കാര്യങ്ങളൊക്കെ ഗ്യാങ് പേരും എന്നുവെച്ചാൽ ഗ്യാങ് നെയിം ആൻഡ് ഇനിഷ്യൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് എന്തായാലും ഉടനെ ഒരു അനൗൺസ്മെൻറ്റ് കാണും. അത് ഞാൻ എന്തായാലും ഓൾറെഡി ഇൻസ്റ്റയിൽ സ്റ്റോർ ചെയ്ത് ഇട്ടിട്ടേ എന്നാൽ ലൈവ് വരത്തുള്ളൂ. നേരത്തെ കൂട്ടി ഞാൻ സ്റ്റോറി ഇടാം. കുറച്ച് കാര്യങ്ങളൂടി ഒന്ന് സോർട്ട് ചെയ്യാനുണ്ട്. അത് സ്റ്റോർട്ടായതിനു ശേഷം എന്തായാലും ഇടും. എന്തായാലും ആദ്യം നമ്മളെന്തായാലും ഇവിടെ ഡിമൻസിറ്റിയിലേ കളിക്കത്തുള്ളൂ. ഇപ്പം എക്സ്ലാൻഡിസിലോട്ട് ആദ്യം തന്നെ കയറത്തില്ല. കാരണം അറിയാമല്ലോ ഇപ്പം ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് മാറട്ടെ. അതിനുശേഷം നമ്മൾ മറ്റെന്താണ് ആ സിറ്റിയുടെ ഒരു എക്സ്ലാൻഡിസിലൂടെ കയറാം. അപ്പോൾ അത് മനസ്സിലായി. തൽക്കാലം ഇപ്പം നല്ല രീതിയിൽ പോട്ടെ, വേറെ അടിയും പ്രശ്നങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൂളായി എല്ലാം നല്ലോണം കുറച്ചുകൂടി ഒന്ന് കൂളാവട്ടെ. ഇപ്പോൾ കൂളായിരിക്കുകയാണ്, എന്നാലും ഒന്നുകൂടി കൂളാവട്ടെ. എന്നിട്ട് നമുക്ക് വേറെ സിറ്റികളിലും കളിക്കാം. എന്തായാലും നമ്മൾ തൽക്കാലം ഇപ്പം ഇങ്ങനെ പോട്ടെ. എന്നാൽ നാളെ തൊട്ട് 3 ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആണത്. എൻജോയ്. ഹൈ ബ്രോ എന്നാണ് ഉദ്ദേശിച്ചത്. വെയിറ്റിംഗ് ആണ്. മിസ്റ്റർ കോക്കോസ് ബ്രോ ഹായ്, വെൽക്കം ടു സ്ട്രീം. കാർത്തി താങ്ക് യു ഫോർ 61. ദൽമാനോട് ചോദിച്ചു സെറ്റാണ്. അത്ര ഉള്ളു വേജർസിയില്ല, അത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും പണ്ട് TV എന്ന സമയത്താണേലും ഒന്ന് ഇവിടോട്ട് കയറണമെന്ന് പറയുന്നതാണല്ലോ. എന്താണ് ഡിമൻസിറ്റിയിൽ കയറണമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. നിങ്ങൾ നമ്മളെ ഡിമൻസിറ്റിയിൽ കയറുന്നു കണ്ടാൽ മതി, ശീലമൊന്നുമില്ല. ന്യൂ ഗ്യാങ് ഉണ്ടോ? ഉണ്ട് ബ്രോ, ഉണ്ട്. ഞാൻ അപ്ഡേറ്റ് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ട് ഫുൾ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ഞാൻ തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്നാൽ ന്യൂ മെമ്പേഴ്സ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ന്യൂ മെമ്പേഴ്സിനെ എടുക്കണമല്ലോ, നല്ല ഗ്യാങ് മുമ്പോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്കിപ്പം TVയിലടുത്തുള്ളവരെ ഇങ്ങോട്ട് കൂടി കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അത് അവരെ എഫക്റ്റ് ആവുമല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അടുത്തുള്ളവർക്ക് ഇങ്ങോട്ട് കമ്മിറ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് മനസ്സിലായില്ലേ, ആൾക്കാരെ നമ്മളെ കൂടെ കളിപ്പിക്കുകയാണെങ്കിൽ അത് പിന്നെ അവരെ എഫക്റ്റ് ചെയ്യും. അത് വേണ്ട. പിന്നെ ശോകമായി അത് വെറുതെ സംസാരങ്ങൾ, പിന്നെ വീണ്ടും അടുത്ത സംസാരങ്ങളാവും. എന്തിനു വെറുതെ? സോ നമുക്ക് നോക്കാം, വേറെ റിക്രൂട്ട്മെൻറ്റും വേറെ മെമ്പേഴ്സൊക്കെ പുതിയ ആൾക്കാരെയൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ ഞാൻ ഗ്യാങ് ഹൗസ് വർക്കിലായിരിക്കും അല്ലേ, കാണാനില്ല. അതൊന്നും ആയിട്ടില്ല കേസ്. ഗ്യാങ് വണ്ടിയും ഗ്യാങ് ഹൗസിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല. അതൊക്കെ ഇനി എല്ലാം 1 by 1 വരത്തുള്ളൂ. എല്ലാം പുറകെ വരുള്ളൂ. ഗ്യാങ് വന്ന് ഗ്യാങ്ങിലെ മെമ്പേഴ്സിനൊക്കെ വന്നതിന് ശേഷമേ ഗ്യാങ് വണ്ടിയും കാര്യങ്ങളും എല്ലാം 1 by 1 റിവീലാക്കാൻ സെറ്റാക്കത്തേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പണി അങ്ങനെ അതൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഗ്യാങ് തുടങ്ങുന്ന കാര്യം തന്നെ ഒന്ന് കൺഫേം ആക്കിയതേ ഉള്ളൂ. അപ്പം ഉടനെ സൂൺ റിവീൽ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ തന്നിട്ട് ചെയ്യത്തുള്ളൂ. സരക്കണ ഫേവറേറ്റ് മാർവൽ ക്യാരക്ടർ